ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മിൽമയിലും അംഗൻവാടിയിലും കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കുറഞ്ഞ യോഗ്യത വരുന്നത് 5ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം മിൽമയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. തിരുവനന്തപുരം ഡയറിയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ജൂനിയർ സൂപ്പർവൈസർ P&I തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുക. കോൺട്രാക്റ്റ് ബേസിലുള്ള താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. ഇൻ്റർവ്യൂ നടക്കുന്നത് 20/8/2025 രാവിലെ 10 മണി മുതലാണ്. മന്ത്ലി റെമ്യൂണറേഷൻ 23,000 രൂപയാണ്. പ്ലസ് 2,000 രൂപ TA ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് വിത്ത് HDC അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് BCom ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ BSc ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ ആണ്. ഒരു വർഷത്തേക്കുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. 1/1/2025 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. SC ST OBC എക്സ് സർവീസ്മെൻ വിഭാഗക്കാർക്കൊക്കെ അതിൻ്റേതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനലും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കയ്യിൽ കരുതേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പ്രൊഫഷണൽ ഗ്രാജുവേറ്റ് ട്രെയിനി പോസ്റ്റിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് 20/8/2025 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. മന്ത്ലി റെമ്യൂണറേഷൻ 20,000 രൂപയാണ് ലഭിക്കുക. ക്വാളിഫിക്കേഷൻ വരുന്നത് MSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ IT ആണ്. ഒരു വർഷത്തേക്കുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. സ്ഥലം TR CMPU ഹെഡ് ഓഫീസ് പട്ടമാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 40 വയസ്സ് വരെയാണ്. 1/1/2025 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. SC ST OBC എക്സ് സർവീസ്മാൻ വിഭാഗക്കാർക്കൊക്കെ അതിൻ്റേതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനലും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും ID പ്രൂഫും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കയ്യിൽ കരുതേണ്ടതാണ്. അടുത്തത് കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ കീഴിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കേരള മഹിളാ സമഗ്ര സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ സഹായത്തോടെ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിലേക്ക് കുക്ക് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. നിർദ്ദിഷ്ട യോഗ്യതയുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം 20/8/2025 രാവിലെ 11:30 മഹിളാ സമഗ്യയുടെ ചായൂത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. ഒരൊഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 5ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായപരിധി വരുന്നത് 25 വയസ്സ് പൂർത്തിയാകണം. 30-നും 45-നും മധ്യേ പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ്. പ്രതിമാസ വേതനം 12,000 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് അങ്കണവാടിയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. എറണാകുളം ജില്ലയിൽ അങ്കമാലി അഡീഷണൽ ഐസിഡിഎസ് പ്രോജക്റ്റ് പരിധിയിലുള്ള കാഞ്ഞൂർ പഞ്ചായത്തിലെ വാർഡ് 8-ലെ 10-ാം നമ്പർ അങ്കണവാടിയിലേക്കും കാലടി പഞ്ചായത്തിലെ വാർഡ് 15-ലെ 44-ാം നമ്പർ അങ്കണവാടിയിലേക്കും തുറവൂർ പഞ്ചായത്തിലെ വാർഡ് 9-ലെ 62-ാം നമ്പർ അങ്കണവാടിയിലേക്കും അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ വാർഡ് 8-ലെ 79-ാം നമ്പർ അങ്കണവാടിയിലേക്കും കൃഷി വർക്കർ, കൃഷി ഹെൽപ്പർമാരുടെ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. അപേക്ഷയുടെ മാതൃക അങ്കമാലി അഡീഷണൽ ഐസിഡിഎസ് ഓഫീസ്, അതായത് പഞ്ചായത്ത് മുനിസിപ്പൽ ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ ആഗസ്റ്റ് 20 വൈകിട്ട് 5 മണി വരെ അങ്കമാലി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന അങ്കമാലി അഡീഷണൽ ഐസിഡിഎസ് പ്രോജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ പ്രവർത്തനം ആരംഭിക്കുന്ന അങ്കണവാടി കം കൃഷിയിലേക്ക് ഹെൽപ്പർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത SLC ആണ്. പ്രായപരിധി 35 വയസ്സാണ്. വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായ വനിതകൾക്ക് അപേക്ഷിക്കാം. അങ്കണവാടി കം കൃഷി സ്ഥിതി ചെയ്യുന്ന വാർഡിലെയും തൊട്ടടുത്ത വാർഡുകളിലെയും വനിതകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അവസാന തീയതി വരുന്നത് ഓഗസ്റ്റ് 20 വൈകിട്ട് 5 മണി വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് IHRD എറണാകുളം റീജിയണൽ സെൻറ്റർ മേൽനോട്ടം വഹിക്കുന്ന വിവിധ പ്രോജക്റ്റുകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്.
പ്രോജക്റ്റ് സ്റ്റാഫ് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് ഗവൺമെൻറ് അംഗീകൃത 3 വർഷത്തെ ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. അഭിലഷണീയ യോഗ്യതയായിട്ട് 1 വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും പകർപ്പുകളുമായി കലൂർ ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന മോഡൽ ഫിനിഷിംഗ് സ്കൂളിൽ ആഗസ്റ്റ് 19 രാവിലെ 10 മണിക്ക് നേരിട്ട് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.